11, 16, 12 നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 76 സങ്കീർത്തനം വായിക്കുന്നു. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവരുടെ നാമം ഇസ്രായേൽ വലിയതാകുന്നു. അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു. പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി. നീ ഭയങ്കരനാകുന്നു, നീ ഒന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കുന്നവനാര്? ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. അടുത്ത വാക്യം നമുക്ക് ഒരുമിച്ച് പാടാം. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം നിവർത്തിക്കുകയും ചെയ്യുവീൻ. അവന് ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായ അവന് കാഴ്ച കൊണ്ടുവരട്ടെ. അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു. കർത്താവിന് നന്ദിയോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. അത്ഭുതകരമായ ദൈവത്തിൻ്റെ പരിപാലനം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മെ നൽകിയ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ഉയർത്താം. നമ്മുടെ കാലിനെയും വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിനും പ്രാണനെ മരത്തും കർത്താവ് വിടുവിച്ചല്ലോ. ജയോത്സവമായി നമ്മെ കർത്താവ് നടത്തിയല്ലോ. ക്രിസ്തുവിൽ നമ്മെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഓർത്തുകൊണ്ടാണ് വീഴാതെ നമ്മെ കാത്തു പരിപാലിച്ച കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ഉയർത്താമല്ലോ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. നാവിൽ നിന്ന് കർത്താവിന് പുകഴ്ച കൊടുത്താട്ടെ. കർത്താവ് നമ്മൾ കൃത്യമായി സംസാരിപ്പാൻ തക്കണം. ദൈവത്തോട് അപേക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിൻ്റെ മഹത്വമാകട്ടെ. ദൈവത്തിലേക്ക് താഴ്ത്തി ഫലമേൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ നന്ദിയോടെ സഭ ദൈവത്തോടെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ നമ്മോട് സംസാരിപ്പാൻ കർത്താവ് വിശ്വസ്തനാണല്ലോ. അവൻ നമ്മുടെ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ കർത്താവ് അവൻ വിശ്വസ്തനാണല്ലോ. പ്രൈസ് ഗോഡ്. അവൻ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവർ ശക്തി നൽകുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണല്ലോ. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് നിങ്ങൾ ഒരിക്കൽ കൂടി മഹത്വം കൊടുക്കുമ്പോൾ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ബ്രദർ ചിഞ്ചു സങ്കീർത്തന ഭാഗത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ സഹായിച്ചാട്ടെ. സ്തോത്രം. താങ്ക് യു ലോർഡ് ഫാദർ. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല വൈകിയ സമയത്ത് അടിയങ്ങൾ സഭയായ ഞങ്ങളുടെ ദിനത്തിലേക്ക് കടന്നു വരുവാൻ അപ്പച്ചനൊരുക്കിയ നല്ല സവാസനായ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, അടിയങ്ങൾക്ക് ഈ സമയത്ത് കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് ശുശ്രൂഷിപ്പാൻ കൊണ്ട് ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഞങ്ങളുടെ കൃപയിൽ മറയ്ക്കണം. ഞങ്ങളുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ ഏറ്റവും താഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് ഹൃദ്യമായി സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വിട്ടുകളയണതിനെ വിട്ടുകളയുവാൻ, പ്രാപിക്കണതിനെ പ്രാപിക്കുവാൻ, ഞങ്ങൾ പ്രാപിക്കേണ്ട നന്മയെ പ്രാപിച്ച്, ആശ്വാസത്തെ പ്രാപിച്ചു, വിടുതലിനെ പ്രാപിച്ചു, വചനത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ഞങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിന്റെ നാമം അടിയങ്ങളോട് മഹത്വപ്പെടുവാൻ, ദേശത്തിന്റെ നാമം കർത്താവ് ഏറ്റവും ഉയർത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ പറ്റുമായ ഞങ്ങളുടെ തിരുസനെ താഴ്ത്തുന്നു. കൃപയിൽ മറയ്ക്കണമേ. സകലവുമേ വരുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദിവസമായിരിക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സായന സമയത്തിനാണ് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ കർത്താവിൻ്റെ അധ്യക്ഷത ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ വിൽസൺ ജോസഫ് പാസ്റ്റർ, സൗരസന്മാർ, കുഞ്ഞുങ്ങൾ, കൊയറിലെ പ്രിയപ്പെട്ടവർ, മീഡിയയിലെ പ്രിയപ്പെട്ടവർ, ഓൺലൈനിലൂടെ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടെല്ലാം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അത്ഭുതമായ ദൈവത്തിൻ്റെ പരിപാലനം നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ കർത്താവ് തൃപ്തിയോടെ അയക്കും. സ്തോത്രം. ബെഥസ്ദ കുളക്കരയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ദൂതൻ കുളത്തിൽ ഇറങ്ങി കുളം കലക്കി ആദ്യം ഇറങ്ങുന്നവർക്ക് സൗഖ്യമാണ്. സ്തോത്രം. അതിൻ്റെ പ്രത്യേകത അതായിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവം ഒരു ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നതായിരുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്നാൽ അവിടെ നാം കാണുന്നുണ്ട്, 1-2 വർഷമൊന്നുമല്ല, 38 വർഷം. നമ്മളെപ്പോഴും വർഷങ്ങളുടെ കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. നമ്മൾ 25 പറയും, 35 പറയും, 50 പറയും. 38 വർഷം അവിടെ ആ കൊളക്കരയിലുള്ള ആ പ്രിയപ്പെട്ടവന് പക്ഷെ സൗഖ്യം ലഭിച്ചില്ല. സൗഖ്യം നടക്കാഞ്ഞിട്ട്, അത്ഭുതം നടക്കാഞ്ഞിട്ടല്ല. ആ കൊളക്കര അനേകർ സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ആ പ്രിയപ്പെട്ടവൻ വളരെ നിരാശപ്പെട്ട് കാണും. തീർച്ചയായിട്ടും നിരാശപ്പെട്ട് കാണും. സ്തോത്രം.
തനിക്കെന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല എന്നുള്ളത്. കാരണം നേരിട്ട് കണ്ട് സൗഖ്യം പ്രാപിക്കുന്ന, വിടുതൽ പ്രാപിക്കുന്ന ദൈവം തനിക്ക് മറ്റ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന വിധങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് കിടന്ന ആ പ്രിയപ്പെട്ടവന് പ്രൈസ് ഗോഡ് 38 വർഷം പ്രൈസ് ഗോഡ് വർഷം നാം കൂട്ടി നോക്കുമ്പോൾ കർത്താവിൻ്റെ ഐഹികകാല ശുശ്രൂഷ ഇവിടെ 33.5 തിരുവയസ്സ് കൊണ്ട് തീർത്തപ്പോൾ പ്രൈസ് ഗോഡ് അതിനേക്കാൾ പ്രായമുള്ള വിഷയങ്ങളുമായിട്ട് കൊള്ളക്കല ഇന്ന് ഭാരപ്പെട്ട പ്രിയപ്പെട്ടവനോട് അവിടെ ചെന്ന് ഇറങ്ങിച്ചെന്ന് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോന്നാ പ്രൈസ് ഗോഡ്. വാത്സല്യ ദൈവത്തിൻ്റെ സഭയോട് ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ട് ചോദിക്കുന്നത്, പ്രൈസ് ഗോഡ്, പലരും സൗഖ്യം പ്രാപിച്ചൊക്കെ മടങ്ങിപ്പോകുന്നുണ്ട്, പലരും അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നുണ്ട് പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം മനസ്സ് ക്ഷീണിച്ചിരിക്കേണ്ട, നമുക്കും അത് കഴിയും, നമുക്കത് പ്രാപിപ്പാൻ കഴിയും. അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ് പ്രൈസ് ഗോഡ്. എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മുഖപക്ഷമില്ല പ്രൈസ് ഗോഡ്. അവൻ സകലരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് പ്രൈസ് ഗോഡ്. നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ, നിനക്ക് ദൈവിക വിടുതലിനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോടൊന്ന് അപേക്ഷിക്കാമോ? ദൈവം നമ്മെ സഹായിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ആ നാമം സകല നാമത്തിനും മേലായ നാമമായിരിക്കുന്നതിനാൽ അത് വിടുതലിൻ്റെ നാമമാണ്. ആ ബെഥസ്ദ കുളക്കരയിലെ പ്രിയപ്പെട്ടവന് അവൻ സൗഖ്യമാകുവാൻ മനസ്സുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് പ്രൈസ് ഗോഡ് അവൻ്റെ കിടക്കയെടുത്ത് നടക്കുവാൻ കൽപ്പിച്ച് അവന് സൗഖ്യമായി വിടുതലുമായി പോകുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ നമ്മളോട് മനസ്സിൽ നമ്മോട് കരുണ തോന്നുന്ന, നമ്മെ വീണ്ടെടുത്ത, നമുക്ക് വേണ്ടി ജീവനെ നൽകി വീണ്ടെടുത്ത കർത്താവ് നമ്മെ സഹായിപ്പാൻ ശക്തനെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ പ്രൈസ്. മറ്റെല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുകൊണ്ട് കർത്താവിനെ നമുക്ക് ഉയർത്താം, ദൈവത്തിൽ നമുക്ക് സന്തോഷം പ്രാപിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിന് വലിയ ദൈവികമായിട്ടുള്ള സന്തോഷത്തോടെ നമ്മൾ മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രൈസ് ഗോഡ്. 76-ാം സങ്കീർത്തനം നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിക്കുന്ന ആസാഫിൻ്റെ സങ്കീർത്തന തുടർമാന സങ്കീർത്തനങ്ങൾ തുടർന്ന് പോകുന്നല്ലോ. 76-ാമത്തെ സങ്കീർത്തനമാണ് നാം വായിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന പ്രാരംഭ വാക്യങ്ങൾ തന്നെ ദൈവത്തിൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച്. യഹൂദയിൽ, ഇസ്രായേലിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ കൂടാരം ശാലേമിൽ, അവൻ്റെ വാസസ്ഥലം സിയോനിലൊക്കെ ഇരിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന പ്രാരംഭ വാക്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തുടർന്ന് ഈ സങ്കീർത്തന ഭാഗത്തോട് ദൈവത്തെ മഹത്വപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയും. 8-9 വാക്യങ്ങൾ വായിക്കണമേ. ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. കർത്താവിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ ദൈവങ്ങളെ, സ്വർഗത്തിൽ നിന്നൊരു വിധി സ്തോത്രം അവൻ കേൾപ്പിച്ചു. ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിക്കുവാൻ ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. സ്തോത്രം. സകല മനുഷ്യർക്കും ദൈവം ഓർപ്പിക്കുന്നു, മരണവും ന്യായവിധിയും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ന്യായവിധി എന്നൊന്നുണ്ട്. ആമേ. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല പ്രൈസ് ഗോഡ്. എന്നാൽ ന്യായവിധിയുണ്ട് പ്രൈസ് ഗോഡ്. ന്യായവിധിക്ക് എഴുന്നേൽക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ അവൻ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. സ്തോത്രം. ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അമേൻ. ന്യായവിധി നൽകുന്നൊരു ദൈവമുണ്ട് പ്രൈസ് ഗോഡ്. അമേൻ. കർത്താവ് അതിനായി എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് സ്വർഗത്തിൽ നിന്ന് അവൻ വിധി കേൾപ്പിച്ചു. സ്തോത്രം. കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ ഇറങ്ങി വന്ന് വെപ്പൺസ് കൊണ്ടൊന്നും പ്രവർത്തിക്കേണ്ടി വരത്തില്ല പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നാം ദൈവത്തിൽ സന്തോഷിക്കാറുള്ളതുപോലെ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. സ്തോത്രം. ഇവിടെ നാം കാണുന്നത് അവൻ വിധി കേൾപ്പിച്ചു, വിധി പ്രസ്താവിച്ചു. പ്രൈസ്. അങ്ങനെ തന്നെ സംഭവിക്കും പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവിൻ്റെ വായിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ നാം പല വേദഭാഗങ്ങൾ കാണുന്നല്ലോ, അത് വിധിയുടെ നിർണയമാണ്, അത് സൗഖ്യമാണ്, അത് വിടുതലാണ്, അത് യുദ്ധത്തിന് വിജയമായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ വിജയമായിരിക്കും, എൻ്റെ ജീവിതത്തിലെ വിജയമായിരിക്കും. കർത്താവ് എന്ന് കൽപ്പിച്ചാൽ മതി. അവൻ വിധി കൽപ്പിച്ചു പ്രൈസ് ഗോഡ്. അത് അങ്ങനെ സംഭവിപ്പാൻ ഹല്ലേലൂയ. ഭൂമിയിലെ സാധുക്കളെ ഒക്കെയും രക്ഷിക്കുവാൻ തന്നെ ഇറങ്ങി വരുന്നൊരു ദൈവം, നമുക്ക് വേണ്ടി ന്യായവിധിയെ നൽകുന്ന കർത്താവ്, നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ് നമ്മെ സഹായിപ്പാൻ കർത്താവ് വിശ്വസ്തനാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പ്രൈസ് ഗോഡ്. ന്യായവിധിയുടെ ദൈവം പ്രൈസ് ഗോഡ്. നീതി പ്രവർത്തിക്കുന്ന ദൈവം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വളരെ സന്തോഷത്തോടെ ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ദൈവം സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. പ്രൈസ് ഗോഡ്.
മുമ്പേ നമുക്ക് കണ്ടത് ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേൽക്കുമ്പോൾ സാധുക്കളെയൊക്കെ രക്ഷിക്കാൻ ന്യായവിസ്താരത്തിൽ എഴുന്നേൽക്കുന്നൊരു ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്നൊരു ദൈവം. പ്രൈസ് ഗോഡ്. അത് ന്യായം വിധിക്കുന്നൊരു ദൈവം. പ്രൈസ് ഗോഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ നാം കണ്ടത് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് അവിടെ വചനം ഓർപ്പിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന വിഷയമുണ്ട്. ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദൈവം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നമ്മുടെ അനീതിക്കും അഭക്തിക്കും നേരെയും ദൈവം എഴുന്നേൽക്കുന്ന ദൈവം. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ന്യായവിധിയുടെ ദൈവമാണ് ഇത്. സകല മനുഷ്യർക്കും വെച്ചേൽക്കും, നമുക്കതിൻ്റെ എക്സംഷൻ ഇല്ല. അപ്പം ന്യായവിധി നാം അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ, നാം ഫേസ് ചെയ്തേ പറ്റുള്ളൂ. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ സകല അനീതിക്കും അഭക്തിക്കും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കോപം എഴുന്നേൽക്കുന്ന പ്രൈസ് ഗോഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നീതി പ്രവർത്തിക്കുന്ന ദൈവം, നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ഒരു നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം എപ്രകാരമായിരിക്കണമെന്നും എങ്ങനെ കർത്താവിനെ ഉയർത്തണമെന്നും ആഗ്രഹിക്കുമ്പോൾ നാം മുമ്പേ കണ്ടു, ഭൂമിയൊക്കെ ഭയപ്പെട്ട് അമർന്നിരുന്നാ പറഞ്ഞേ. ഭൂമിക്ക് ഭയമുണ്ട്. പ്രൈസ് ഗോഡ്. ഭൂമി ഭയപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ ശബ്ദത്തെങ്കിൽ. ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൂമി ഭയപ്പെടുമ്പോൾ, ഹല്ലേലൂയ, പ്രകൃതി പോലും കർത്താവിന് ചെവി കൊടുക്കുമ്പോൾ, മത്സ്യങ്ങളും മൃഗങ്ങളും സകല ചരാചരങ്ങളും അവനെ ഭയപ്പെട്ട് അവന് ചെവി കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഭൂമി ഭയപ്പെട്ടതിനെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തൻ്റെ സ്വരൂപത്തിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മെക്കുറിച്ച് നമുക്ക് ദൈവത്തോട് പലപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്ന് ഭൂമി ഭയപ്പെടുമ്പോഴും മനുഷ്യൻ ഭയം നഷ്ടപ്പെട്ടിട്ട്, ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെട്ടിട്ട്, പ്രൈസ് ഗോഡ്, പലപ്പോഴും നമുക്ക് കർത്താവിനെ ഉയർത്തുവാൻ കഴിയാതെ കർത്താവ് ആഗ്രഹിക്കണം ആവാതെ കഴിയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ദൈവത്തിൽ നിന്നേക്ക് ഒരു മടങ്ങി വരുവാനായിട്ട് ദൈവസഭയോട് അർപ്പിക്കുന്നത് കർത്താവിന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്ന പലപ്പോഴും ഭയമില്ലാതെ പോകുന്നു. പ്രൈസ് ഗോഡ്. സദൃശ്യവാക്യങ്ങൾ കണ്ട് ഫിയർ ഓഫ് ഗോഡിനെ കുറിച്ച് എൻ്റെ 14 പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങൾ പുസ്തകം ജ്ഞാനികളെ ജ്ഞാനിയായ ശലോമോനെ ഓർപ്പിക്കുന്നുണ്ട്. 14 പ്രാവശ്യം ഓർപ്പിക്കുന്നുണ്ട്. യഹോവയെ ഭയപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തന ഭാഗത്ത് നാം എപ്പോഴും പലപ്പോഴും നമ്മൾ വായിച്ച് സന്തോഷിക്കുന്നുണ്ട്. യഹോവയെ ഭയപ്പെടേണ്ട, അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഓർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളോട് നാം എപ്പോഴും പറയാനുള്ളത്, ഫിയർ ഓഫ് ദ നോളജ്, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. പ്രൈസ് ഗോഡ്. അങ്ങനെ ധാരാളം പ്രാവശ്യം ദൈവഭയത്തെക്കുറിച്ച് ഓർക്കും. ദൈവങ്ങളെ 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാം പലപ്പോഴും ദൈവത്തെ യഥാർത്ഥമായിട്ട് ഭയപ്പെട്ട് കഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ദൈവത്തിൽ കർത്താവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു ഭയങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് മാറിപ്പോകും. കാരണം നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം മേക്ക് ഷുവർ ആക്കണം, നാം യഹോവയെ ഭയപ്പെടണം. യഹോവയെ എങ്ങനെ ഭയപ്പെടുന്നേ? പ്രൈസ് ഗോഡ്. യഹോവയെക്കുറിച്ച് നമ്മെക്കുറിച്ചുള്ള നമ്മോടുള്ള ആഗ്രഹം നാം തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 47-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യജമാന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യജമാന്റെ ഇഷ്ടം 12-ാം അധ്യായത്തിന്റെ 47. യഹോവയെ ഭയപ്പെടുന്നവർ അവന്റെ ഇഷ്ടം തിരിച്ചറിയണം. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. പ്രൈസ് ഗോഡ്. കർത്താവിന് അത് അധികം ലഭിച്ചവരോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവരോട് അധികം ചോദിക്കും. പ്രൈസ് ഗോഡ്. നമ്മെ സംബന്ധിച്ച് യാതൊരു എക്സെപ്ഷനും ഇല്ല. വർഷിപ്പ് സെൻറ്ററിലെ പ്രിയ ദൈവമക്കളെ സംബന്ധിച്ച് ഇന്നേ ഉള്ളൂ ഒരു എക്സെപ്ഷനുള്ളൂ. ഇവിടെ ഗസ്റ്റ് പാസ്റ്റേഴ്സൊന്നും കാണുന്നില്ല. പ്രൈസ് ഗോഡ്. എല്ലാ ദിവസങ്ങളിലും ഈ 2 ദേവദാസന്മാർ സൺഡേയിലും ഉണ്ട്, ഫ്രൈഡേയിലുമുണ്ട്. വചനത്തിൽ നിന്ന് നമുക്കത് പറയാൻ പറ്റുമോ? ഞങ്ങൾ കേട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വർഷിപ്പ് സെൻറ്ററിലെ ദൈവമക്കൾക്ക് അത് പറഞ്ഞ് ഒഴിയാൻ പറ്റത്തില്ല. വചനം ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, പഠിച്ചില്ല എന്ന് പറയുവാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രൈസ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഓർപ്പിക്കുന്നത് 12-ാം അധ്യായത്തിന് 47-ാമത്തെ വാക്യം, യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെ. യജമാൻ്റെ ഇഷ്ടം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ്. ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നതിനെക്കുറിച്ച്, ദൈവത്തെ ഭയപ്പെടുന്നതിനെക്കുറിച്ച്, അവൻ്റെ ഇഷ്ടം, അവിടെ ഏതാ പറഞ്ഞ, യജമാൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അവൻ ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസനെ വളരെ അടികൊള്ളുന്ന. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കർത്താവിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രൈസ് ഗോഡ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വചനം
പല ഭാഗത്ത് ഉറപ്പിക്കുള്ളൂ. കർത്താവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ. കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് പ്രധാന വിഷയം നാം കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരാകുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ഉറപ്പിക്കുന്നുണ്ട്, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ, ഉണർന്നിരിക്കുന്നവരായി യജമാനെ കാണുന്ന അവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ ഇഷ്ടം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. 38-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. ഇത് എപ്പം 39-ാമത്തെ ഇത് എപ്പം വരുന്നു എന്ന് അറിയുന്നില്ലല്ലോ. ഇത് 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ ഏത് യാമത്തിൽ നിന്ന് കർത്താവ് വരുന്നു എന്ന് അറിയാത്തത് കൊണ്ട് പ്രൈസ് ഗോഡ്, അവൻ ഏത് യാമത്തിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ വചനം പ്രത്യേകം ഓർപ്പിക്കുമ്പോൾ ദൈവമക്കളെ, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അവൻ നിങ്ങൾ ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളാന്ന് ഓർക്കണം. പ്രൈസ് ഗോഡ്. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ചടി കൊള്ളും. അമേൻ. വളരെ ലഭിച്ചവരോട് വളരെ ആവശ്യപ്പെടും. നമ്മോട് ചോദ്യം ചോദിക്കൊരു നാളുണ്ട്, ന്യായം വിധിക്കൊരു ദൈവമുണ്ട്, ന്യായാധിപനായ ദൈവമുണ്ട്. നാം സകലം ന്യായാധിപ സഭയ്ക്കുമ്പോൾ നാം നിന്നേ പറ്റുകയുള്ളൂ. പ്രൈസ് ഗോഡ്. അന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കുമ്പോൾ മനുഷ്യപുത്രന്റെ വരം വിശ്വാസം കണ്ടെത്തുമെന്ന് വചനം ഓർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ നമ്മുടെ കരങ്ങൾ അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ബലപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിന് നീയോട് സ്തോത്രം ചെയ്തു. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അവൻ ഇഷ്ടം പറഞ്ഞു. ഞാൻ മുമ്പേ ഓർപ്പിച്ച ദൈവത്തിൻ്റെ ഭയത്തെക്കുറിച്ച് ഓർപ്പിച്ചു. സ്തോത്രം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ ഞാൻ ഓർപ്പിച്ചു മനുഷ്യരോടുള്ള ഭയം വളരെ നാം കുറയും. പ്രൈസ് ഗോഡ്. മറ്റുള്ളതിനോടൊക്കെയുള്ള ഭയങ്ങൾ കുറയും. കർത്താവിന് സ്തോത്രം ചെയ്തു. അപ്പോൾ തന്നെ വേറൊരു വിഷയങ്ങളുണ്ട്. നാം മനുഷ്യനെ ഭയപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അധികം മനുഷ്യനെ ഭയപ്പെടുമ്പോൾ നാം ദൈവഭയത്തിൽ നിന്ന് വിട്ടുമാറും. കർത്താവിന് സ്തോത്രം ചെയ്തു. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം മനുഷ്യഭയത്തെക്കുറിച്ചുള്ള വലിയൊരു വിഷയം അവിടെ ഓർപ്പിച്ചു. സദൃശവാക്യങ്ങൾ 29-25. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ വായിക്കണം. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. കർത്താവ് യഹോവയിൽ ആശ്രയിക്കുന്ന രക്ഷ പ്രാപിക്കുന്നവർ ദൈവങ്ങളെ ശ്രദ്ധിക്കണമേ. മനുഷ്യഭയം ഒരു കെണി തന്നെയാണ്, ഒരു വലിയ ട്രാപ്പ് അല്ലേ. പ്രൈസ് ഗോഡ്. നമ്മൾ പക്ഷികളെയൊക്കെ പിടിക്കുവാൻ വെക്കുന്ന ട്രാപ്പ് പോലെ മനുഷ്യഭയം പലപ്പോഴും പ്രൈസ് ഗോഡ് കർത്താവിന് ദൈവത്തെക്കാൾ അധികം ഭയപ്പെടുന്ന പ്രൈസ് പത്രോസും യോഹന്നാനും അവിടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ വലിയൊരു അത്ഭുതത്തിന് ശേഷം വന്ന് പലപ്പോൾ അവർ പിടിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. അവരെ ക്വസ്റ്റ്യൻ ചെയ്തു. സ്തോത്രം. അപ്പോൾ പത്രോസും യോഹന്നാനും അവിടെ ഒരു വലിയ അത്ഭുതം ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഗോഡ്. അപ്പോൾ ന്യായാധിപ സഭയുടെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ നാമത്തിലാണ് ഇത് ചെയ്തത്, എന്താണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ നാമത്തിൽ മേലാൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരോട് ചോദ്യം ചെയ്തപ്പോൾ പത്രോസും യോഹന്നാനോട് പറയുന്നുണ്ട്, നിങ്ങളെ ദൈവത്തെക്കാൾ നിങ്ങളെയോ അനുസരിക്കേണ്ടത്. പ്രൈസ്. ദൈവത്തെക്കാൾ നിങ്ങളെയോ ഭയപ്പെടേണ്ടത്. പ്രൈസ്. ദൈവമക്കളെ, ഈ മുമ്പേ ഓർപ്പിച്ചത് ആവശ്യം നമ്മുടെ ഭയം മനുഷ്യന് ഉള്ള ഭയം അതൊരു കെണി, അതൊരു ട്രാപ്പാണ്. പലപ്പോഴും നമുക്കെല്ലാം മാനസികമായിട്ടുള്ളൊരു ബലഹീനത തന്നെയാണ്. നാം ചില അതോറിറ്റീസിന് മുന്നിൽ നിൽക്കുമ്പോൾ പ്രൈസ് ഗോഡ് മറ്റുള്ള മനുഷ്യരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം ഭയപ്പെട്ടു പോകും. പ്രൈസ് ഗോഡ്. എന്നാൽ ഓർക്കണം, അത് ഒരു കെണിയാകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ ദൈവത്തേക്കാൾ അധികം ഭയപ്പെടുന്നതാകരുത്. പ്രൈസ് ഗോഡ്. അത് നമ്മുടെ ജീവിതത്തിൽ കെണിയായിട്ട് പെടുവാൻ സാധ്യത ഉണ്ട്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് മനുഷ്യ ഭയം കെണിയാണ്. എന്നാൽ അതിന്റെ കൂടെ എന്താ അതോടെ വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തെ ആശ്രയിക്കുന്നവർ മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. പ്രൈസ് ഗോഡ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ, യഹോവയെ ഭയപ്പെടുന്നവർക്ക് കർത്താവ് നമുക്ക് വേണ്ടി രക്ഷയൊരുക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയം നമ്മുടെ കർത്താവിനോടാകട്ടെ, നമ്മുടെ ഭയം യഹോവയോടാകട്ടെ. മനുഷ്യ ഭയം കെണിയാകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെടുക. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായിരിക്കുന്നാൽ ഹല്ലേലൂയ ആ ദൈവത്തെ ഉയർത്തുക. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവനോട് പറ്റിച്ചേർന്നിരിക്കുക. അവന്റെ വചനത്തെ ഭയപ്പെടുക. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ സഹായിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണല്ലോ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-12 വാക്കുകളും കൂടെ വായിച്ച് നാം ദൈവത്തിൻ്റെ വചനം ഇവിടെ അവസാനിപ്പിക്കുള്ളൂ. ഓർക്കണമേ ദൈവങ്ങളെ, പ്രൈസ് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്ന ഒരു ദൈവം. സ്തോത്രം. പ്രൈസ് ഗോഡ്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാനിനെയും നീതി ചെയ്യട്ടെ, വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ഓർപ്പിക്കുന്ന വിഷയം, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം നൽകുവാൻ
പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രൈസ് ഗോഡ്. പ്രതിഫലം നൽകുന്നൊരു ദൈവമാണ് സ്തോത്രം. അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഓർക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അവൻ അത് ചെയ്യാതെ ഇരിക്കുവാനല്ല, അവൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യുവാനും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വനാണ് നിൽക്കുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ പകരം നൽകുവാൻ, പ്രതിഫലം നൽകുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനായിരിക്കും. ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവം നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവൻ അനീതി ചെയ്തവൻ അനീതി ചെയ്യട്ടെ, അഴുക്ക് ചെയ്തവൻ അഴുക്കാകട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ. പ്രൈസ്. വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവങ്ങളെ നമ്മളുള്ള വലിയ ചാലഞ്ച് പ്രൈസ് ഗോഡ്, നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനുള്ളൊരു വലിയ ഉത്തരവാദിത്തം. മറ്റാരും അത് നമ്മെ സഹായിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. പ്രൈസ് ഗോഡ്. നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. വിശുദ്ധനെ തന്നെ വിശുദ്ധീകരിക്കുക. കർത്താവിൻ്റെ വരവിൻ്റെ സമയങ്ങൾ വളരെ അടുത്തിരിക്കുന്നു. ഇപ്പോൾ ഹല്ലേലൂയ, നമ്മെ സേവ് ചെയ്യാൻ, നമ്മെ രക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. വി ഹാവ് ടു സേവ് അവർസെൽഫ്. ഹല്ലേലൂയ. പ്രൈസ്. വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. മറ്റുള്ളതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ നടന്നാലും പ്രൈസ് ഗോഡ് അതല്ല വിഷയം. നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. പ്രൈസ് ഗോഡ്. വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വലിയൊരു ഉത്തരവാദിത്തം നമ്മെ ഏൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇൻഡിവിജ്വൽ ഉത്തരവാദിത്തം മാത്രമല്ല പ്രൈസ് ഗോഡ്, മിലിറ്ററി റൂൾസ് ഒക്കെ ഉണ്ട്. സ്തോത്രം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നാലും ഇന്ത്യൻ പട്ടാളക്കാരോട് ഓർപ്പിച്ചുള്ള വിഷയം, നിങ്ങളെ തന്നെ സേവ് യുവർ സെൽഫ് ഫസ്റ്റ്, ദെൻ സേവ് യുവർ കമ്പാനി. മറ്റുള്ള കൂടെ നിൽക്കുന്നവരെ പോലും സേവ് ചെയ്താൽ ശേഷമാകുമോ? കാരണം അല്ലെങ്കിൽ സകലവും നശിച്ചു പോകും. നിങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ രക്ഷിപ്പാൻ കഴിയും? സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനേകരെ നേടിയിട്ട് പ്രൈസ് ഗോഡ്, അനേകരെ നേടിയിട്ട്, അനേകരോട് സുവിശേഷം പറഞ്ഞിട്ട്, അനേകരോട് ടെസ്റ്റിമണി പറഞ്ഞിട്ട് നീ നിന്നെ തന്നെ ഇല്ലാതാക്കിയാൽ എന്ത് പ്രയോജനം? നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഹല്ലേലൂയ. അതുകൊണ്ട് സേവ് യുഎസ്. നിന്റെ ആത്മാവിനെ ഹല്ലേലൂയ ആത്മാവ് തന്ന കർത്താവെങ്കിൽ അവൻ ഭയമുള്ളവരായിട്ട് ആ ദൈവസ്ഥലിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മെ തന്നെ സേവ് ചെയ്യുവാൻ തക്കണം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. എന്നെ വാത്സല്യ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ അല്ല, നമ്മെ ഒരു വലിയ ഉത്തരവാദിത്തം ഇമ്മീഡിയറ്റ്ലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തോടുള്ള ഭയം. രണ്ട്, കുടുംബമായിട്ട് നമ്മോട് ഒരു ഭയമില്ലേ? പ്രൈസ് ഗോഡ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കുടുംബങ്ങളില്ലേ? പ്രൈസ് ഗോഡ്. അത്യാവശ്യം ഒരാൾക്ക് ഒരു കുടുംബത്തിൽ കൂടെ ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമായിരിക്കും നിങ്ങൾ. യു ആർ ദ ലെഫ്റ്റനന്റ് ഫോർ യുവർ ഹൗസ് അല്ലേ? പ്രൈസ് ഗോഡ്. അപ്പോൾ അതിന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? സ്തോത്രം. അതിനൊരു ഭയം വേണ്ടേ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ദിവസങ്ങളൊക്കെ വിവാഹ ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ ഓർപ്പിക്കാറുണ്ട്, ഭർത്താവിനോട് ഓർപ്പിക്കും. പ്രൈസ് ഗോഡ്. നിത്യതയ്ക്ക് അവകാശം ഇല്ലാതാക്കുന്നതിലൊന്നും ആമേൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് ചെയ്യരുതെന്നോട് ഓർപ്പിച്ചാൽ അവിടുന്ന്. പ്രൈസ് ഗോഡ്. എന്ന് വെച്ചാൽ നിത്യതയോടെ സൂക്ഷിക്കണമെന്ന്. ആമേൻ. യു ആർ മേക്കിംഗ് എ ബെസ്റ്റ് കമ്പാനിയൻ അല്ലേ? തക്ക തുണയെ നൽകുമ്പോൾ പ്രൈസ് ഗോഡ് ഇത് നിത്യതയോളം എത്തുവാൻ ആവശ്യമായ സപ്പോർട്ടോടെ കൊടുക്കാനാണ്. പ്രൈസ് ഗോഡ്. അത് ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, ഭർത്താവ് ഭാര്യയ്ക്കും, ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒരു കുടുംബമായിട്ട് നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, അവൻ കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്ന കുടുംബത്തെ യോജിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, വലിയൊരു ഉത്തരവാദിത്തം കുടുംബത്തിന്മേലും നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മെ സേവ് ചെയ്യുന്നതോടൊപ്പം നമ്മെ രക്ഷയിലേക്ക് നടക്കുന്നതോടൊപ്പം തന്നെ നിന്റെ കുടുംബത്തെ പ്രൈസ് ഗോഡ് മാത്രമല്ല നിന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഡയറക്റ്റ് അറ്റ്ലീസ്റ്റ് പ്രൈസ് ഗോഡ് മറ്റാരെ നേടിയില്ലെങ്കിലും ഹല്ലേലൂയ നിന്റെ കുഞ്ഞുങ്ങളെ പ്രൈസ് ഗോഡ്, നിന്റെ കുഞ്ഞുങ്ങളില്ലാത്തൊരു നിത്യതയെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? പ്രൈസ്. നിനക്ക് ഡ്രീം ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. നീ നിത്യതയിലെത്തിയിട്ട് നിന്റെ കുഞ്ഞുങ്ങളില്ലെങ്കിൽ പ്രൈസ് ഗോഡ് അവൻ എന്താകുന്നു നമ്മുടെ സ്ഥിതി? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടുക, കർത്താവിനെ ഭയപ്പെടുക. ഹല്ലേലൂയ. അവൻ ശരീരത്തെയും പ്രാണനെയും നശിപ്പിക്കുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുക. ഹല്ലേലൂയ. ശരീരത്തിന്മേൽ മാത്രം അധികാരമുള്ള ശത്രുവിനെ, പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല, മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ ഇതിന്റെ സകലത്തെയും അധികാരമുള്ള എൻ്റെ കർത്താവിനെ ഭയപ്പെടുക. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ ഇഷ്ടമറിഞ്ഞിട്ട് പ്രൈസ് ഗോഡ് അത് ചെയ്യാതെ ഹല്ലേലൂയ അതിനായി ഒരുങ്ങാതെ ഇരിക്കുന്നവൻ വളരെ അടികൊള്ളും. ദൈവമക്കളെ, നാം എല്ലാം ഇപ്പോഴും ഒരുക്കമുള്ളവരാ. പ്രൈസ് ഗോഡ്. ആമേൻ. ബി പ്രിപ്പയർഡ്. ഹല്ലേലൂയ. ഗെറ്റ് റെഡി. നമ്മുടെ കർത്താവ് വരാറായി. ഈ വിധങ്ങൾ ആദ്യം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഞാൻ നിന്നോട്